സൂര്യേട്ട വാലന്റൈൻസ് ഡേ അല്ലേ? നമ്മുടെ ബന്ധം ഏത് ടൈപ്പാന്ന് ഞാനൊന്ന് അസസ് ചെയ്യട്ടെ. കുറച്ച് ചോദ്യം ചോദിക്കേ. നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുക നിങ്ങൾ അസ്വസ്ഥനാക്കുന്നുണ്ടോ? എന്തിനാണ് ഇവൾ എപ്പോഴും എന്റെ പിറകെ തന്നെ കൂടുതൽ തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പങ്കാളിയോട് പങ്കുവയ്ക്കാതെ നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാറുണ്ടോ? നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ബന്ധം കാരണം നിങ്ങൾ കൂട്ടിലടക്കപ്പെട്ടു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഒരാളുടെ കൂടെ തന്നെ ജീവിതം പങ്കിടുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുത്താറുണ്ടോ? മറ്റൊരാളെ കിട്ടിയിരുന്നെങ്കിൽ ഈ ജീവിതം സ്വർഗ്ഗമായിരുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിനക്ക് പ്രാന്തങ്ങാനുണ്ടാ? എനിക്ക് പ്രാന്തൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ അല്ലാന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. എന്നാലും ഞാൻ ചോദിക്കണല്ലോ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്, നിനക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്നൂടെന്ന് ചോദിച്ചിട്ടില്ലേ? അത് വെറുതെ പറയുന്നല്ലേ. നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും എന്നോട് പറയാണ്ട് എവിടെയെങ്കിലും പോകുന്ന കാര്യത്തിനാണെങ്കിലും ജസ്റ്റ് 5 മിനിറ്റ് മുമ്പൊക്കെ ഞാൻ അറിഞ്ഞിട്ട് ഒരുങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ലേ? അത് ചിലപ്പോ മറന്നു പോകുന്നോണ്ടായിരിക്കൂലേ. ഞാനൊരു മറപ്പ് പിടിച്ചുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂട്ടിലടക്കപ്പെട്ട പോലെ ഇരിക്കുന്നത്, അങ്ങനെ വീക്കെൻഡ് മിസ്സായി പോകുന്നതൊക്കെ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? എടാ അതല്ല, എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരോട് തമാശക്ക് പറയുന്ന സാധനങ്ങളല്ലേ. എനിക്ക് പകരം വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര കളർഫുൾ ആണ്, സ്വർഗ്ഗമാവും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? നിനക്ക് നട്ടപ്രാന്തങ്ങാനട്ടോ. നീ ഒന്ന് പോയാർന്ന്. നിങ്ങൾ തമാശയായിട്ടാ പറഞ്ഞേ? പിന്നല്ലാണ്ടോ. അപ്പൊ നിങ്ങൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹം ഒന്ന് നിർത്തോ, ഈ ചോദ്യം തീർന്നില്ലേ? നമ്മുടെ റിലേഷൻ ഇങ്ങനെയൊന്നല്ല, നമ്മുടെ സൂപ്പറാ. ഐ ലവ് യു, ഹാപ്പി വാലന്റൈൻസ് ഡേ. നിനക്ക് എന്താ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വേണ്ടേ?